ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ഫസ്റ്റ് വിയറ്റ്നാം ട്രിപ്പിലെ ഫസ്റ്റ് വ്ളോഗ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ സെക്കൻഡ് വ്ളോഗാണ്. അതും സെയിം ഡേ തന്നെ ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരു വെറൈറ്റി ആൻഡ് ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു പ്ലേസ്. അതാണ് ഹൊയ് ആൻ ഏൻഷ്യൻ ടൗൺ. അത് ഒരു വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ പ്ലേസ് ഇൻ വിയറ്റ്നാമാണ്. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ അത് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു ടൈം എന്ന് പറയുന്നത് നൈറ്റാണ്. വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് നമുക്ക് വാക്കിംഗ് ചെയ്തും കുറേ പർച്ചേസ് ചെയ്തിട്ടും എക്സ്പ്ലോർ ചെയ്തിട്ടും ഒക്കെ നമുക്ക് അവിടെ ഒരു നൈറ്റ് ഫുള്ള് നമുക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അറൗണ്ട് ഒരു 4-5 hours നമുക്ക് അവിടെ തന്നെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു വിയറ്റ്നാമിലെ പ്ലേസാണിത്. കോക്കനട്ട് വില്ലേജിൽ നമ്മൾ പോയപ്പം കണ്ട ബോട്ടിംഗ് പോലെ തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിങ്ങാണ് ഇവിടെ ഉള്ളത്. അറൗണ്ട് ഒരു 20 minutes നമുക്ക് റൗണ്ട് ചെയ്യാൻ പറ്റും ഈ ബോട്ടിങ്ങിൽ. അതിലൊരു 5 to 6 members അതിൽ ആ ബോട്ടിങ്ങിൽ ഉണ്ടാവും. അതിൻ്റെ ഫുൾ സൈഡ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാകും, ഫുള്ള് ലൈറ്റായിരിക്കും. നൈറ്റാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വരാൻ പറ്റിയ പ്ലേസ്. ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് തന്നെയാണ് എന്ന് നമുക്ക് വിയറ്റ്നാമിലുള്ള ഈ പ്ലേസിനെ പറ്റി പറയാം. കൊണ്ട് ഫുള്ള് ലൈറ്റാണ്. ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പേപ്പർ ലൈറ്റ്. അത് വിയറ്റ്നാമിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അവരൊരു സിഗ്നേച്ചർ എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയും ഈ ലൈറ്റ് എന്ന് പറയുന്നത്. ഫുള്ള് ലൈറ്റാണ്. അപ്പോൾ നമുക്ക് ഈ ബോട്ടിൽ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് അവർ ലൈറ്റ് തരും. എന്നിട്ട് അത് നമുക്ക് വെള്ളത്തിൽ ഒഴുക്കാൻ പറ്റും. അത് വെച്ച് നമുക്ക് വീഡിയോസൊക്കെ എടുക്കാം. നിങ്ങൾക്കത് കാണാൻ പറ്റും. ഒരു ടൈപ്പ് ലൈറ്റാണ്. അത് നമുക്ക് പിടിച്ചാലൊന്നും നമുക്ക് ചൂടൊന്നും തോന്നില്ല. അത്രയും അവരത് കംഫർട്ടബിൾ ആയിട്ടാണ് അവരത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ കാണുന്ന ചിലർക്കെങ്കിലും ഒരു സിമിലാരിറ്റി ഉള്ള ഒരു പ്ലേസ് പോലെ ഈ ഒരു ധനാങ്ങിലുള്ള ഈ ഒരു ബോട്ടിംഗ് പ്ലേസ് അല്ലെങ്കിൽ ഈ നൈറ്റ് വൈബ് കാണുമ്പോൾ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അത് ഈ കാശ്മീരിലുള്ള നമ്മളെ ദാൽ ലേക്ക് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ബോട്ടിങ്, അതായത് ഹൗസ് ബോട്ട് ഇല്ല എന്ന് മാത്രം. ബാക്കി ഈ ബോട്ടിംഗ് വൈബും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ദാൽ ലേക്ക് എന്ന് പറയുന്നത് ഒരു ഇൻഫിനിറ്റായിട്ട് ഹെവി വൈഡായിട്ട് കിടക്കുന്നതാണ്. പക്ഷേ അത്രത്തോളം ഈ റിവർ ഇല്ലെങ്കിലും കാണുമ്പോൾ നല്ല രസമുണ്ട്. ഇതിൻ്റെ സൈഡിൽ കൂടെ ഒരു ചെറിയൊരു ബ്രിഡ്ജൊക്കെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ എന്താ പറയുക, നൈറ്റ് സ്ട്രീറ്റുകൾ, വാക്കിംഗ് സ്ട്രീറ്റുകൾ ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പം കുറേ നമുക്ക് ഇങ്ങനെ സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ വാക്ക് ചെയ്തിട്ട് നമുക്ക് ഷോപ്പിംഗ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ അവിടുന്ന് ഒരു സിംഗിൾ സാധനം പോലും ഞാൻ പർച്ചേസ് ചെയ്തിട്ടില്ല. ബിക്കോസ് ഈ ഒരു ഏരിയയിൽ നമ്മളെ മാർക്കറ്റിലൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. അതുകൊണ്ട് ഞാൻ ഇവിടുന്നൊന്നും ഞാൻ പർച്ചേസ് ചെയ്തിട്ടില്ല. ഇങ്ങനെ ആസ്വദിക്കുക എന്ന് മാത്രമാണ് ചെയ്തത്. സോ ഇവിടെ വേറൊരു അസംബ്ലി ഹാളുണ്ട്. അതൊരു ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു പ്ലേസാണ്, ഒരു ഐക്കോണിക് ആയിട്ടുള്ളൊരു പ്ലേസാണ്. അതുപോലെ ജപ്പാനീസ് കവേർഡ് ബ്രിഡ്ജ് ഉണ്ട്. അതും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ഓൾഡ് ആയിട്ടുള്ള ഒരു അറൗണ്ട് 16 to 17 ലേറ്റ് സെഞ്ച്വറിയിൽ ജപ്പാനീസ് കൺസ്ട്രക്റ്റ് ചെയ്ത ഒരു വളരെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു പ്ലേസാണത്. ഇവിടെ എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായത്, ഇവിടെ ഫ്രൂട്ട്സൊക്കെ സെയിൽ ചെയ്യുന്ന കുറച്ച് ലേഡീസ് ഉണ്ട്. ഒരു ഓൾഡായിട്ടുള്ള കുറച്ച് ലേഡീസ്. അവരെടുത്ത് ആദ്യം നല്ല രീതിയിലൊക്കെ ഫോട്ടോ പോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ അടുത്തുനിന്ന് ഫ്രൂട്ട്സ് വാങ്ങിയിട്ടില്ലെങ്കിൽ അവരുടെ റിയൽ ക്യാരക്ടർ പുറത്തെടുക്കും. എന്തൊക്കെയോ തെറി വിളിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി. അവർ ഭയങ്കര റൂഡായിട്ട് ഒക്കെ നിന്നിട്ടുണ്ടായിരുന്നു. അത് ഒഴിച്ച് നോക്കുകയാണെങ്കിൽ ബാക്കിയൊക്കെ അടിപൊളി വൈബായിരുന്നു. വിയറ്റ്നാമിൽ ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ പ്ലേസ് ഞാൻ അടുത്ത വ്ളോഗിൽ, സെക്കൻഡ് ഡേ വ്ളോഗിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. സോ until then, bye, take care.